ഹലോ ഹായ്, ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്ന ഡിഷ് പയറ് തീയലാണ്. അതിനു വേണ്ടി ആദ്യം നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ആവശ്യത്തിന് ആഡ് ചെയ്യുക. അതിനുശേഷം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഒന്ന് ചുവന്ന് വരുമ്പോൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിലോട്ട് കറിവേപ്പില, ഇതിനെ നമ്മൾ വറുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ തന്നെയാണ് നമ്മൾ ഇനി പയറും എടുത്ത് വറുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മാറ്റി വയ്ക്കുന്നത്. ഇനി പയർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പയറും ഉള്ളിയും കൂടെയാണ് ഞാനിവിടെ ഇതായിട്ടുന്നത്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതായത് അതിനൊരു പരുവുണ്ട്, ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി അതിന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് ആകുന്ന വരെ നന്നായിട്ട് വറുത്ത് കൊടുക്കുക. ഈ ഒരു കളർ, ആ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ട് വറുത്ത് കൊടുക്കുക. ഇനി നമുക്കതിലോട്ട് മസാലക്കൂട്ടാണ്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് ആ പച്ച ചുവന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിതിനെ ഒന്നിനി ജസ്റ്റ് മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കുന്നത്, വെള്ളം ചേർക്കാതെ. അപ്പോൾ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് അടിച്ചെടുക്കാം. അതായത് പുളി കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം, വെള്ളം ചേർക്കാതെയാണ്. എന്നിട്ട് അതിനെ ആ പയറിലോട്ട് ആഡ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഉപ്പ് കൂടെ ചേർക്കണം, ഉപ്പ് നോക്കണം. ഇപ്പോൾ ലാസ്റ്റാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് അതിനെ വേവിച്ച് എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മളതിനെ ഇവിടെ അടച്ച് വെച്ച് വേവിക്കുകയാണ്. വേവിച്ച് നമുക്കതിനെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പയർ തീയൽ ഇവിടെ റെഡിയായി. നമ്മൾ ആദ്യം വെച്ച കടുക് കൂടെ താളിച്ചതും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.